അങ്ങനെ കുതിരപ്പുറത്തുള്ള സവാരി കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്, കിടിലം മഴക്കാറ്. മഴ പെയ്ത പെട്ടു എന്ന് വെച്ചാൽ പെട്ടു. പക്ഷെ പോയി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ റൂമുള്ളതുകൊണ്ട് നമുക്ക് എത്ര വൈകിയാലും കുഴപ്പമില്ല. പക്ഷെ വിഷയം വെച്ചാൽ തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. ഈ കാശ്മീർ വല്ല ഞെട്ടി സംഭവട്ടെ. കാശ്മീർ ശരിക്കും അത് ഞാൻ ഓരോ സ്ഥലത്തും ഓരോരോ ഭംഗിയുണ്ട്. ജയ്പൂർ പോയപ്പോൾ ജയ്പൂരിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ടേ, ഒരു വരണ്ട ഭംഗിയാണ് ജയ്പൂരിന്, ഒരു വരണ്ട ഭംഗി. ഈ സ്പിതി പോയപ്പോൾ അവിടുന്ന് ഭംഗി വെച്ചാൽ പുഴകള്, കാഴ്ചകൾ, അങ്ങനെ ഒരു വേറെ തന്നെ ഒരു പ്രകൃതി രമണീയ അതായത് പ്രകൃതി രമണീയ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ തണുപ്പും മലകളും, ഈ മലകൾക്ക് ചുറ്റുമുള്ള മഞ്ഞ് മൂടിക്കിടക്കുമ്പോഴുള്ള ഒരു രസമല്ലേ, ഇത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കേട്ടോ. ശരിക്കും കിടിലനത്, അത് അനുഭവിച്ച് തന്നെ കാണണം. ഇത് രസാ കണ്ടാ. കുറേ ടീംസൊക്കെ ഉണ്ട്, അവർ പെട്ടിയും കിടക്കിലെടുത്ത് പോയി തുടങ്ങി. ഓക്കെ, എന്തായാലും മൂഡേഷ് ആയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം പൊളി കേട്ടാ, നല്ല മൂഡ്. ഇത് രസാ, കിട്ടിയില്ലേ ശരിക്കും. ഫുള്ള് ഞാൻ വിചാരിക്കണേ ഇതൊക്കെ ഈ സമയത്താണ് ഈ ഫുള്ള് ഇങ്ങനെ ഇതിനും ഒരു ഭംഗിയുണ്ട്. പക്ഷേങ്കിൽ വേറെ ഭംഗി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒക്കെ മേലെ ഇലകൾ വരും. ഇലകൾ വന്നിട്ട് വിചാരിച്ച ഒന്ന് ശരിക്കും നല്ല ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കുറച്ച് കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ, അല്ലെ പ്രീ വെഡിങ്ങോ പോസ്റ്റ് വെഡിങ്ങോ ഒക്കെ നിങ്ങളെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യുകയാണെങ്കിലേ ലെവലാവും കേട്ടോ, കിടുക്കനാവും. അത്രയ്ക്ക് ഭംഗിയുണ്ടാകും കാണാൻ, ഒന്നും പറയില്ല. വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ മനോഹരമാണ് കാശ്മീർ. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ചുറ്റിക്കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 100% പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ 90% മാത്രമേ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ, ബാക്കി 10% നമുക്ക് എന്തായാലും നടക്കില്ലെന്ന്. അങ്ങനെ നല്ല രീതിക്ക് മഴ പെയ്തപ്പോൾ എൻ്റെ ഗോപ്രോയും ഫോണും ഒക്കെ ബാഗിലെടുത്തിട്ട ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു ടീ സ്റ്റാളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഫോണും ക്യാമറയൊന്നും കയ്യില്ലല്ലോ, അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അങ്ങനെ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയ ശേഷം നമുക്ക് തിരിച്ച് നടന്നിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി കപ്പിൾസിനെ കിട്ടിയിട്ടോ. അങ്ങനെ ഇരിക്കെ അവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ, ഞാൻ സോളോ ട്രാവലറാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായി. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നടന്നിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് വിശ്രമിക്കണം, നാളെ രാവിലെ ബൈസറം വാലിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്, ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ചന്ദൻ വാലിയും ആരു വാലിയും കൂടെ കണ്ട ശേഷം ഞങ്ങൾ നിങ്ങളെ റൂമിൽ ഡ്രോപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു വേണ്ട പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു ഇല്ല ഒന്നും പറ്റില്ല, നിങ്ങൾ എന്തായാലും വരണമെന്ന്. അങ്ങനെ ഞാൻ അവരോട് പോയി കേട്ടോ. അങ്ങനെ വണ്ടി കയറി ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ചന്ദൻ വയറിലേക്ക് പോകാനായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ടാക്സിക്കാരൻ പറഞ്ഞ് അങ്ങോട്ട് റോഡ് ഫുൾ ബ്ലോക്കാണ്, കൂടാതെ സന്ധ്യ ഒരു 6:30 അടുത്തായിരുന്നു. അങ്ങനെ ഇരിക്കെ ടാക്സിക്കാരൻ പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് ആരു വാലിലേക്ക് പോവാം, അങ്ങോട്ടുള്ള റൂട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വണ്ടി നേരെ ആരു വാലിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരു വാലിലേക്കാണ് കേട്ടോ. ഈ ആരു വാലി, ബേട്ട വാലി, ചന്ദൻ വാലി, ഈ 3 വാലികളെ ABC വാലികൾ എന്നാണ് കേട്ടോ അറിയുന്നത്. യാത്രയുടെ തുടക്കമൊന്നും വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നമ്മൾ കയറി മേലോട്ട് പോകും തോറും നല്ല കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. കൂടാതെ നമ്മൾ താഴെയൊന്നും റോഡ് സൈഡിൽ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും മേലോട്ട് പോകും തോറും റോഡിൻ്റെ 2 സൈഡിലും ചെറുതായിട്ട് മഞ്ഞ് കണ്ടു തുടങ്ങി. നമ്മൾ ബേട്ട വാലിലേക്ക് വരുന്ന വഴിയിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ റോഡ്. പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരു വാലിലേക്ക് പോകുമ്പോൾ ഇടുങ്ങിയ ടൈപ്പ് റോഡാണ്. കൂടാതെ ഒരു സൈഡിൽ കുത്തനുള്ള മലനിരകളാണെങ്കിൽ മറ്റേ സൈഡിൽ കുത്തനുള്ള ഇറക്കാണ് കേട്ടോ. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മളെ കടത്തി വിടാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടും കേട്ടോ.
എന്നിരുന്നാൽ പോലും റോഡും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനായിരുന്നു. വലിയ പൊട്ടും പൊളിവും അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ മേലോട്ടുള്ള വഴികളിൽ കംപ്ലീറ്റ് വളവും തിരിവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും അങ്ങനെ വണ്ടി വരെ. കൂടാതെ അങ്ങ് ദൂരെ ആ ഒരു വാലിയിൽ ഫുള്ള് മഞ്ഞും കൂടാതെ പൈൻമരങ്ങളുടെ ആ നിപ്പും പിന്നെ വലത്ത് സൈഡിലുള്ള ആ മരങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി ആ ഒരു വഴിക്കില്ലേ വേറെ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആലുവയോട് തൊട്ട അടുത്തെത്തിയപ്പോഴേക്ക് അവിടെ റോഡ് സൈഡിൽ കുറേ ബിരുദന്മാർ ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാക്സി വന്നത് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ, ഞങ്ങൾക്ക് കളി തടസ്സപ്പെടുത്തല്ലേ രീതിയിൽ അവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള വളവും തിരിവും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ABC വാലിയിൽ 3 എന്നുള്ളത് ആലുവാലി, ഡേട്ട വാലി, ചന്ദൻ വാലി. അപ്പോൾ ചന്ദൻ വാലി പോകാൻ നോക്കുന്ന നേരത്താണ് അവിടെ ക്ലോസ്ഡാണ്. ക്ലോസ്ഡ് എന്നല്ല, അവിടെ ഇപ്പോൾ എന്താ പറയുക, ഇതിൽ ബരഫ് എന്ന് വെച്ചാൽ മഞ്ഞിനാണ്, മഞ്ഞിൻ ഹിന്ദിയാണ് ബരഫ്. ബരഫ് വളരെ കൂടുതലായതുകൊണ്ട് റോഡ് ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടില്ല. അങ്ങനെ അവരെ കിട്ടി അവരുടെ കൂടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ ശരിക്കും അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം അത് പെൽഗാമിൽ ഇങ്ങോട്ടേക്ക് 15 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പൊളി. ABC വാലിയിൽ 3 എന്നുള്ളത് ആലുവാലി, ഡേട്ട വാലി, ചന്ദൻ വാലി. അപ്പോൾ ചന്ദൻ വാലി പോകാൻ നോക്കുന്ന നേരത്താണ് അവിടെ ക്ലോസ്ഡാണ്. ക്ലോസ്ഡ് എന്നല്ല, അവിടെ ഇപ്പോൾ എന്താ പറയുക, ഇതിൽ ബരഫ് എന്ന് വെച്ചാൽ മഞ്ഞിനാണ്, മഞ്ഞിൻ ഹിന്ദിയാണ് ബരഫ്. ബരഫ് വളരെ കൂടുതലായതുകൊണ്ട് റോഡ് ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടില്ല. അങ്ങനെ കഥയും പറഞ്ഞ് വ്ളോഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാശ്മീരിലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കൊച്ചു കട കണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ നമസിൻ്റെ മാസം, അതായത് റംസാൻ മാസം ആയതുകൊണ്ട് ആ കടക്കാരൻ കട അടച്ച് പോവാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ കയറി പർച്ചേസ് തുടങ്ങി കേട്ടോ. ये पाइनएप्पल ठीक है. ये कीवी ओके. ये सब कश्मीर स्पेशल है. ओके. ये 2 टाइप कीवी है. ये वाला येलो वाला कीवी है, ये वाला ग्रीन वाला कीवी है. ये क्या है? मैंगो. मैं पहले देख रहा इसलिए पूछ रहा है भाई. ये इതാണ് ब्लैकबेरी, ब्लूबेरी. ब्लैकबेरी ये हाँ ठीक है. वो है प्लम. ये वाला बस. ये क्या है? ये चेरी प्लम. ओ वाला कितना? ये भी वही रेट 100 रुपये आएगा, 150 ग्राम. अभी कितना दिन रहेगा ये वाला? ये 6 महीने रहेगा. 6 महीना? हाँ 1 साल तक रहेगा. ये खराब नहीं, खाली फ्रिज. ठीक है, ये वाला भी दे दीजिए. हाँ भाई, हमारा क्षेत्र में मिलेगा वो अच्छा नहीं है. अभी डुप्लीकेट वाला मिलेगा उधर ज़्यादा, കേരള में. കാശ്മീർ. എന്നെ ഏറെ അതിശയപ്പെടുത്തി എന്താന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിന് ശ്രീനഗർ ഏരിയയിലൊക്കെ ഒടുക്കത്തെ റേറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ ഡബിൾ എമൗണ്ട് ഒക്കെ ശ്രീനഗർ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു 5-6 വെറൈറ്റി വാങ്ങിയ ശേഷം ബാഗിൽ വെച്ച് മുമ്പോട്ടേക്ക് എൻ്റെ യാത്ര തുടർന്നു. ഇത് അവിടെ ചെറിയാണിത്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുക, പക്ഷെ പക്ക ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് ഒറിജിനല് പൊളി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിലും പൊളി സാധനം. എന്ത് രസാ. ശരിക്കും അവരെ കിട്ടി നന്നായി കേട്ടോ. അങ്ങനെയല്ല, ഇവിടെ വരണമെങ്കിൽ 12 കിലോമീറ്റർ വേണം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേ, 2000-3000 രൂപ ടാക്സിക്ക് വിടണം. പക്ഷേ ആരെങ്കിലും കിട്ടും, അത് കിട്ടിയ നടന്നിട്ടെങ്കിലും വരുന്നേ. പക്ഷെ അവർ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കവർ ചെയ്യാൻ പറ്റി. എന്തായാലും നല്ല മൂഡ്, നല്ല സ്ഥലം കേട്ടോ. ശരിക്കും എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പെഹൽഗാമിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഈ പെഹൽഗാമിൻ്റെ ബ്യൂട്ടി വേറെ, സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടി വേറെ. വേണേൽ സ്വിറ്റ്സർലാൻഡിനെ പോയി മിനി പെഹൽഗാം വിളിക്കട്ടെ, അതല്ലേ മാസ്. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് എന്തായാലും കൊള്ളാട്ടോ. നല്ല രസമുണ്ട്, നല്ല. ശരിക്കും ഞാൻ ഈ കാഴ്ച നമ്മൾ പണ്ട് ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കിൻ്റെ ചട്ടൻ്റെ പുറത്തേക്ക് എടുത്തൊക്കെ കണ്ടിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഒരു ഭംഗിയുണ്ട്.
എപ്പോഴും പറയുന്നത് തന്നെ ഈ ഒരു സ്ഥലങ്ങളിലും വരാൻ പറ്റും സ്വപ്നം പോലും വിചാരിച്ചില്ല. നിമത്തത്തിൽ വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ വിശ്വാസമുണ്ട്. പൊളി രണ്ടും. ബേട്ടാവലിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണാൻ മാത്രം എന്താ പറയണ്ടേ, ബേട്ടാവലിൽ നോക്കുമ്പോൾ അവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട്, പോണി റൈഡ് ഉണ്ട്, മേലെ കേബിൾ കാർ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല. പക്ഷെ എന്താ പറയണ്ടേ, ഓരോ നല്ല സൈറ്റ് വ്യൂ. പക്ഷെ ഇവിടെ അതുപോലെ റഷ് ഇല്ല കേട്ടോ അധികം. എനിക്കൊന്നും അധികം കാണാനും എന്താ പാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇവിടെ റഷും ഇല്ലാത്തത്. എന്തായാലും സംഭവം നൈസായിട്ട് തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് ശരിക്കും. ഇപ്പൊക്കെ നോക്കി റോഡ് സൈഡിലൊക്കെ ഈ സംഭവമൊക്കെ അല്ലേ ശരിക്കും ഒരു 1-2 മാസം മുന്നേ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ബർഫായിരിക്കും. ബർഫ് വെച്ചാൽ മഞ്ഞായിരിക്കും. മഞ്ഞിൻ്റെ ഇംഗ്ലീഷാണ്, അല്ല ഹിന്ദിയാണ് ബർഫായിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഏത് മൂട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഭംഗിയില്ലേ, അത് വേറെ തന്നെയാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും നമ്മൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. നമുക്ക് നമ്മളെ ടൈം, നമ്മളെ സമയം ഒക്കെ നമ്മൾ വിഷയം. എന്തായാലും പൊളിയായിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല വൈബ് കിട്ടണം. ഇങ്ങനെ പറയണ്ടേ, ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും അതിന് അതിൻ്റെതായ ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ആരുവാലി ആണെങ്കിലോ ബേട്ടവാലി പോയപ്പോൾ എല്ലാം മരങ്ങൾക്കിടയിൽ മഞ്ഞ്, അങ്ങനെ ഭംഗിയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു ലാൻഡ്സ് ഉണ്ട് കണ്ടോ, അത് നീളത്തിൽ കഴിഞ്ഞിട്ടാണ് സംഭവം പോയിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. മുമ്പ് കാണില്ല, അത് ഹോട്ടലാട്ടോ, അല്ല ഹോട്ടൽ അൽപൈൻ അരു. കൊള്ളാം, നല്ല ശരിയാ. നല്ല തണുക്കുണ്ട്. തണുപ്പിന്റെ കൈയൊക്കെ അല്ലേ മരവിച്ചിട്ട് ഒരു അറഞ്ചം പുറഞ്ചായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ കയ്യും മേലൊക്കെ നല്ലോണം തണുത്തപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റാൾ കണ്ട് അങ്ങനെ അവിടെ പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടോ. जी कुछ कॉफी मिलेगी? कॉफी? हाँ कॉफी मिलेगा। यही दे दीजिए। कितना? एक बस। जो कॉफी आपको बस ठीक है, थैंक यू। वेलकम। 50 50 50 रेली थोड़ा कम दे दीजिए। वो हम रोजा है, झूठ नहीं बोलेगा। 40 मैं अकेले हूँ। वो चाहे 50 का रेट है यार, झूठ नहीं बोलेगा। अम्मे സത്യം പറയട്ടെ, നല്ല ഊമ്പിയ ചായ, ഒന്നും പറയത് അവസ്ഥ നോക്കണേ. ശോകം ചായ നല്ല അതില്ലേ ആര്യവാലയൊക്കെ കണ്ട് നല്ല മൂട് ചാടിക്കാൻ വെച്ചാ നോക്കുമ്പോൾ ഇടലായിട്ടുണ്ട്. ഒന്നും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ പഹൽഗാമിൽ താഴെ ചായക്ക് 10 റുപ്യ ഉള്ളൂ, ഇവിടെ 50 റുപ്യ. ഈശ്വര പെട്ട് എന്ത് ചെയ്യാനാ, കുഴപ്പമില്ല കുടിക്കന്നെ. അവിടുത്തെ ഈശ്വര കുടിച്ചല്ലോ നായ്പുണ്ട് ചായ, ശരിക്കും തീരെ കൊള്ളത്തില്ല. ആര്യവാലയിൽ കയറുകയാണെങ്കിൽ ഈ ഷോപ്പിൻ്റെ പേരെന്താ, പൈൻ റെസ്റ്റോറൻറ്റ്. ഓർത്ത് വെച്ചാൽ പൈൻ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ഒരു 5 പതിനഞ്ച് അടിക്കാൻ പാടില്ല കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം പിടിച്ചിന്. എന്തിനാ ഇത് ചായ പോയി എന്ത് ചെയ്യാനാ, നല്ലൊരു വായ അതും കേടായി. കുഴപ്പമില്ല, ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടോ സ്കൈ. अरुण महिजा MAHIJA. Where from? केरला. हाँ Your first time Kashmir? हाँ पहले आ रहे हैं. First time? हाँ थैंक यू, बहुत खुशी. ओके जी, आपका ये वाला है अच्छा लग रहा है, ड्राकुला. ഓക്കെ, അപ്പം നമ്മൾ റിട്ടേൺ പോവാണ്.
ടൈം 7 മണി ഏകദേശം 7 ആയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഇവിടെ ഫുള്ളേക്ക് മഞ്ഞൊക്കെയാണ് എടുത്ത തണുപ്പ് തോന്നുന്നത്. എന്തായാലും വിഷയമില്ല. അവിടെ ചാടിച്ചായിരുന്നോ? എങ്ങനെയുണ്ട്? തീരെ വരില്ല അവസ്ഥ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ യാത്രയുടെ 8ാം ദിവസം ഇവിടെ തുടങ്ങുക കേട്ടോ. ശ്രീനഗറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പഹൽഗാമിൽ നല്ല തണുപ്പാ. നല്ല വിചാരിക്കുന്ന പോലെ. പക്ഷെ ഇത് ബ്ലാങ്കറ്റ് ഒക്കെ അടിപൊളി കേട്ടോ. കിണ്ടൊരു ബ്ലാങ്കറ്റ്, നല്ല തണുപ്പറിയപ്പെട്ടില്ല. അപ്പൊ നമ്മളെ 8ാം ദിവസം സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം അവിടെ ഇവിടെയൊക്കെയാണുള്ളത്. ബുക്ക്, ചാർജർ, ഇതുകൊണ്ട് ഹൈസൊക്കെ ഉണ്ട് താഴെ കണ്ടായിരുന്ന. രാത്രി അങ്ങനെ തന്നെ വന്ന് ടയർഡായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മിക്കവാറും ഞാൻ ശ്രീനഗറിൽ റിട്ടേൺ പോകും. നമ്മുടെ പഹൽഗാമിൽ ഒരേ ഇങ്ങനെ മേറ്റുള്ളൂ. ബാക്കി ചന്തം വേണ്ട നല്ല ഹൈറ്റിലാണ്. അവിടെയൊക്കെ നമുക്ക് നടക്കത്തില്ല ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ ശ്രീനഗർ ഉച്ചയ്ക്ക് 3 മണിക്കാണ് അടുത്ത് ലാസ്റ്റ് വണ്ടി ശ്രീനഗർക്കല്ല, ഇവിടുന്ന് പഹൽഗാം ടു അനന്ത്നാഗ് ടു ശ്രീനഗർ ഒരു 5-6 അവിടെ എത്തും. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ട്, അതും കൂടെ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് 3 മണിക്ക് അങ്ങനെ നമ്മൾ ശ്രീനഗർക്ക് വണ്ടി പിടിക്കും. ഓക്കെ, എത്രയും പെട്ടെന്ന് പോകാൻ എത്രയും ബെറ്റർ വിചാരിക്കുന്നു. അറിയില്ല, നമുക്ക് അവിടെ പോയിട്ട് പിന്നെ നാളത്തെ പ്ലാന് അവിടെ പ്ലാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൂതുപത്ര മിക്കവാറും ക്യാൻസൽ ആക്കുന്നത് അറിയില്ല, നിലവിൽ ഇപ്പോഴും അറിയില്ല എന്തെങ്കിലും അവസ്ഥ. അവിടെ പോയി നോക്കട്ടെ, ശ്രീനഗർ പോയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. മിക്കവാറും ഞാൻ കവർ ചെയ്യും ആയിരിക്കും, എന്തായാലും കവർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം എന്നാ ഇവിടെ ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ടായിരുന്നു. മൊയ്തീനിക്ക പുള്ളി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഫുള്ളായിട്ട് വരും യൂട്യൂബിൽ. അപ്പോൾ മൊയ്തീനൊക്കെ ഞാൻ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഒരു 5000 രൂപ കൊണ്ട് അങ്ങനെ ഇത്രയും കറങ്ങി അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ദൂതുപത്രി അടിപൊളിയാണ്. നമ്മൾ ദൂതുപത്രി നമുക്ക് എന്തായാലും കവർ ചെയ്യണം. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച നൈറ്റാണ് ഈ റിട്ടേൺ ട്രെയിൻ. അതും കൂടെ കയറിയിട്ട് മൺഡേ രാവിലെ എത്തും. മുമ്പേ ഒരു മറ്റൊരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അതെന്താ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. പീസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രയാണം തുടങ്ങുക കേട്ടോ. ഇവിടെ നല്ല തണുപ്പാ. വിചാരിക്കുന്ന വല്ല കാലിൻ്റെ അടി തൊട്ട് മുടി വരെ തണുക്കുന്നുണ്ട്. സാറിന് ഗ്ലൗസ് ഒന്നും ഇടാത്തതാണ്, ഗ്ലൗസിൽ ഇട്ടിട്ട് അപ്പോഴുള്ളത് തണുപ്പ്. അങ്ങനെ ഞാൻ റൂം പൂട്ടി താക്കോലും കൊണ്ട് നമ്മളെ ബൈസൺ വാലിക്കൽ യാത്ര തുടങ്ങി കേട്ടോ. സത്യത്തിൽ നിങ്ങൾ ഈ ക്ലൈമറ്റ് കാണുന്ന പോലെ കേട്ടോ, നല്ല തണുപ്പാണ്. സാധാരണ ഞാൻ ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളും ഇടാത്തതാണ്. പക്ഷേങ്കിൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്തായാലും ഹാൻഡ് ഗ്ലൗസ് എനിക്ക് ഇടേണ്ടി വന്നു കേട്ടോ. മോനെ തണുപ്പ് എന്നൊക്കെ വെച്ചാല് എൻ്റെ തണുപ്പ് അറിയോ. നമ്മൾ ഇന്നലെ ഇവിടെ പോയി, അവിടെ നിന്ന് പോയി ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് തൂലിയൻ ലേക്ക് ഇല്ലേ, അത് ക്ലോസറാണ് തൂലിയൻ ലേക്ക്. പിന്നെ പഹൽഗാം വാലി, ബൈസൺ വാലി നമ്മൾ കവർ ചെയ്യാൻ നിൽക്കുന്നത്, അതാണ് മിനി സിസർ വേണ്ട ബൈസൺ വാലി. അപ്പോൾ देखिएगा വാട്ടർഫോളേക്ക് ദിക്കറേ देखिएगा. ഓക്കെ ടീക്ക്. അങ്ങനെ നടന്ന് ആ തട്ടുകടയിലേക്ക് എത്തി. അവിടെ കയറാൻ നോക്കുമ്പോൾ തട്ടുകടക്കാരന് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ ഇക്ക നമ്മൾ ഇന്നലെ എവിടെയൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അവിടെ നിന്ന് ഒരു ബ്രെഡ് ഓംലേറ്റും ചായയും കുടിച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രയാണം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബൈസൺ വാലി കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അജി ഇधर बाइसरम वाली कैसे जाएगा? बाइसरम वाली पैदल कहाँ जाओगे?
बल जाएगा अभी उधर तक छोड़ दिए मुझे यही रास्ता ये रास्ता है हाँ। हाँ ठीक है अब जाइए रेनकोट है साथ में रेनकोट नहीं देखने पड़ेगा ഇപ്പോൾ മെയിൻ ഭംഗി വെച്ചാൽ കുതിരക്കാരുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബൈസ്രം വാലി കേട്ടോ റൂട്ട് റൂട്ടിലേക്ക് നമ്മൾ നേരെ അങ്ങനെ നേരെ കാണുന്നതാണ് പഹൽഗാമിലെ മെയിൻ സിറ്റി ഇതാണ് മെയിൻ ടൗണ് അപ്പോൾ ഇതാണ് ബൈസ്രം വാലിക്കുള്ള റൂട്ട് ഓക്കെ ഏകദേശം 4 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് പാട്ടും പാടി ഡാൻസ് കളിച്ച് മെല്ലെ മെല്ലെ നടക്കാം ഏകദേശം അരമണിക്കൂറാണ് നടക്കാൻ കാണിക്കുന്നത് നമുക്ക് എന്താ അവസ്ഥ അറിയില്ല നമുക്ക് പോയി നോക്കാം ഓക്കെ നടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ കാഴ്ച കാണുന്നുണ്ട് അതിനേക്കും ഭംഗി അപ്പോഴത്തേക്ക് വണ്ടി പോകുമ്പോൾ കാണാൻ പറ്റില്ലേ അങ്ങനെയല്ല എന്നാലും നമുക്ക് ഇന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും കുറച്ചൊരു ആക്സസിബിൾ ഇങ്ങനെ പോകുന്നതാണ് ഓക്കെ നമുക്ക് പോയി നോക്കാം ഇന്നലെ ഞാൻ പറഞ്ഞു 2 കപ്പിൾസിനെ കണ്ടു 2 കപ്പിൾസിനെ കണ്ടു പറഞ്ഞില്ല 2 ആൾക്കാരെ അപ്പോൾ ഞാനങ്ങനെ ബേട്ടാവിലേക്ക് നടന്നിട്ട് പോയെന്ന് പറഞ്ഞു ഒരു അത്ഭുതം ഇതെങ്ങനെ നടന്നു പോയി അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും ഒരു കാര്യം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ അത് നടപ്പാക്കാനും നമ്മൾ തീവ്രം ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും പറ്റും എന്താ പറയണ്ടേ ഈ അവസരത്തിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിഷ്ണു ജി എസ് എന്ന പേര് ഞാനൊക്കെ +2 ഞാനൊക്കെ എൻട്രൻസ് കോച്ചിങ് പോയിരുന്നു +2 കഴിഞ്ഞിട്ട് +2 എൻട്രൻസ് കോച്ചിങ് പോയിരുന്നേ ആ കാലത്ത് ഇവൻ എന്ത് PSC നിന്നും നടക്കിയിരുന്നു അങ്ങനെ എക്സാം എഴുതി ഒന്നും കിട്ടാതെ അങ്ങനെ 2 കൊല്ലം മുന്നേ CP എക്സാം എഴുതി അവൻ അതിൻ്റെ ലിസ്റ്റിൽ വന്നു അപ്പോൾ ഫിസിക്കൽ എഴുതി നോക്കുമ്പോൾ 8 എണ്ണത്തിൽ 5 എണ്ണം അങ്ങനെ പാസ്സാവണം അങ്ങനെ എന്തോ പരിപാടി കറക്റ്റ് അറിയില്ല അങ്ങനെ 8 എണ്ണത്തിൽ 5 എണ്ണം തന്നെ അതിൻ്റെ 4 എണ്ണം പാസ്സായി ഹൈ ജമ്പ് ചാടുന്ന സമയത്ത് അവൻ കാല് തട്ടിപ്പോയിട്ട് എന്തായി വീണുപോയി എന്താ പറയുക ഇപ്പോൾ ഫെയിൽ ടെസ്റ്റ് പൊട്ടിയവൻ അത് കഴിഞ്ഞ് ഇതിപ്പോൾ 2 മാസം മുന്നേ നോക്കുമ്പോൾ എന്താ പറയുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ 2nd റാങ്ക് അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വന്നു അതിനകത്ത് 12 റാങ്ക് 12 ആയിക്കോ ഓർമ്മയില്ല 12 റാങ്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ അവനോട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടാവും എടാ നിർത്തിക്കോ എന്തിനാ നോക്കുന്നത് പക്ഷേ അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് അങ്ങനെ പ്രയത്നിച്ചതുകൊണ്ട് അവനിപ്പോൾ 2 കിട്ടി ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ വരുന്ന സമയത്തൊക്കെ നിയമനമൊക്കെ ഉണ്ടാവുക എന്തായാലും കുറച്ച് ടൈം പിടിക്കും എന്തായാലും അവൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഗ്യാങ് ഉണ്ട് അപ്പോൾ മിഥുൻ ശ്യാം ആനന്ദ് ഉരുളി അയ്യോ ആദർശ് അഭിരാമൻ ഒരു ഗ്യാങ് ഉണ്ട് എല്ലാവരും അത്യാവശ്യം പണിയായി ശിവന് മാത്രം ഒന്നും ആവാതിരുന്നത് അപ്പോൾ അവനും കൂടെ കിട്ടിയപ്പോൾ ഹാപ്പിനെസ് എന്തായാലും പൊളിച്ചടാ ഈ അവസ്ഥ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ യാത്ര തന്നെ കുറേ ആൾ സ്പിതി യാത്ര ഞാൻ പറഞ്ഞേ മോനൊക്കെ പോകാൻ പറ്റൂലാണ് പക്ഷേങ്കിൽ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് അവസരം എന്തോ അത് സെറ്റായി അതുപോലെ തന്നെയാണ് എന്തായാലും പോകുന്നുണ്ട് ഇങ്ങനെ പോട്ടെ ഓക്കെ പീസ് മേളിട്ട് പോട്ടെ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഒരു ചെക്കൻ കുതിരയുടെ മേലെ അഭ്യാസം ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നീട്ടി വലിച്ചങ്ങ് നടന്നിട്ടാ അങ്ങനെ നമ്മൾ നടന്ന് ആ കുതിരയുടെ ആ ചെക്കൻ്റെ അടുത്തെത്തിയപ്പോൾ ചെക്കന് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് കൂടാതെ ആ കുതിരയും കുറച്ചൊന്ന് മുടയാണ് കേട്ടോ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുന്നുണ്ടെങ്കിൽ പോലും ശരി കുതിര നിന്നു കൊടുക്കുന്നില്ല അങ്ങനെ കുറച്ച് നേരത്തെ ആ ചെക്കൻ്റെയും കുതിരയുടെ മൽപ്പിടുത്തത്തിന് ശേഷം ആ ചെക്കൻ കുതിരയുടെ മേലെ കയറിയിട്ട് ചീറിപ്പാഞ്ഞങ്ങ് പോയിട്ടാ ചീറിപ്പാറി പോകുന്നുണ്ട് അങ്ങനെ ആ ചെക്കനും കുതിരയും പോയ ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി കേട്ടോ ഈ ബൈസ്രം വാലിയിലേക്ക് മെയിനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുതിരേൻ്റെ മേലെ കേട്ടോ പോവാ അപ്പോൾ കണ്ടോ ഇതൊക്കെ കുതിര മേലെ ഇങ്ങനെ പോകുന്നുണ്ട് ഇന്നലെ ബേട്ട വാലിലേക്ക് പോയപ്പോഴും വാലിലേക്ക് പോയപ്പോഴും വഴി നിറയെ ഹായ് ബേട്ടാ പോയപ്പോഴും വഴി നിറയെ വണ്ടികൾ പക്ഷെ ഇവിടെ വണ്ടികൾ കാണുന്നില്ല നമ്മളെ മൂക്കടക്കം കുതിരകൾ കടന്നു പോകും അറിയില്ല എനിക്ക് തോന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടെ മൈനസ് അല്ല 0
ഇപ്പോൾ കറക്റ്റ് 0 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ ഇപ്പോൾ ഉള്ള. അങ്ങനെ പറയണ്ടേ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. തണുപ്പല്ലേ. ഏകദേശം 8 മണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 മണിയില്ല, 9 മണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഒടുക്ക തണുപ്പായിരുന്നു അമ്മേ. അങ്ങനെ കൊള്ളാം അല്ലേ. ഏകദേശം കുറേ നടക്കാനുണ്ട്. എത്ര ഭംഗിയാണ് ഈ ലോകം. എന്നല്ല, ഈ ഭൂമി അത്രയ്ക്ക് ഭംഗിയാണിത്. ഓരോ ഇത്രയ്ക്കും നല്ല സംഭവങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് കാണാണ്ട്. ഞാൻ സ്ഥിതിയുള്ള ട്രിപ്പിൽ നമ്മളെ ജോഗിനി വാട്ടർഫോളിൻ്റെ ആ ഇതിൽ പറയുന്നുണ്ട്, ഇത്രയ്ക്കും വലിയ സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കണ്ട് മേലെ പോയി മൂപ്പർക്ക് എന്തായാലും സെഡ് ഉണ്ടോ മൂപ്പര്, എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് വലിയ യാത്ര പോകണമെന്നില്ല, അടുത്തടുത്ത സ്ഥലങ്ങളിൽ നമ്മൾ അറിയാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോയൊന്ന് സെറ്റായാൽ മതി. തുമ്പപ്പൂക്കൾ തൂണാണേ കക്ക പൊന്ന് പൊൻവാതിൽ വെള്ളിത്തിങ്കളാകുന്നു പൊന്നിൻ ചാലകം പൂത്ത നക്ഷത്രം മേലെ മേഞ്ഞ മേലാപ്പായ് ചായം പൂശിയെന്നെന്നും സന്ധ്യാ കുങ്കുമം. സോളോ റൈഡിൽ എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഒറ്റയ്ക്കാണ്, നമ്മൾ സോളോ ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈമാണ്, നമ്മളാണ് രാജാവ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ടാക്സി പോയെന്ന് വെച്ചാൽ അവിടെ പോയി ടാക്സിക്കാർ വിളിയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇന്ന് പോയി 2 തവണ നിന്നാലും ആരും ചോദിക്കാനില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ സോളോ റൈഡ് ചെയ്യുമ്പോൾ ടൈം ഒരു വിഷയമല്ല. ഒരു മാർജിൻ്റെ ഉള്ളിൽ നമ്മൾ പെടത്തില്ല. പണ്ട് സെറ്റ് അടിച്ചു, ഇങ്ങോട്ടും സെറ്റ് വരയ്ക്കുന്നത്, അങ്ങനെ സെറ്റ് നമ്മൾ പെടത്തില്ല. അതുകൊണ്ട് സുഖം. പിന്നെ സിംഗിളായിട്ട് അത് വിളിക്കത്തുമില്ല, അവിടെ ചോദിക്കുകയും വേണ്ട, അവിടെ മെസ്സേജ് അയക്കുകയും വേണ്ട. സുഖം, സുന്ദരം, സമാധാനം. അങ്ങനെ നമ്മൾ നടന്ന് ഒരു സ്ഥലത്തെത്തിട്ടോ. അവിടെ നോക്കുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് മേലോട്ടേക്കുള്ള വഴിയുണ്ട്, അതുപോലെ തന്നെ ഒന്ന് യൂട്ടേൺ അടിച്ച റൂട്ടും ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ 2 റൂട്ടുണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് റൂട്ടാണ് എഴുതിയിട്ടുണ്ട്. ഭാഗ്യം എന്താ എഴുതിയിട്ടുണ്ട്, ഇത് ട്രക്കിൻ്റെ ആണ്. ഹിമാലയൻ പഹൽഗാം ടു ബൈസ്റൻ ട്രക്കിങ് എന്താ സംഭവം ഉണ്ട്. ട്രക്കിങ് റൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. നേരെ പോന്നെ മനസ്സുണ്ട് കാണാൻ കേട്ടോ. അടുത്തുള്ള നല്ല ബൂട്ട് വാങ്ങണം. ഇന്ന് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ എന്താ കുറച്ച് ചടിയേ, പക്ഷെ നല്ല വന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. ഇവരെ പോയി കഴുകി വെച്ചാലൊക്കെ നല്ല കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ബൂട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അതൊക്കെ തന്നെ യാത്ര തുടരുകയാണ്. ചെറിയ അരുവി കിട്ടും ഇവിടെ. ഏത് മൂട് പൊളി. അവിടെ നമ്മളിങ്ങനെ വെള്ളം കുടിച്ച് നമ്മളെ യാത്ര തുടരുകയാണ്. ഏത് മൂട് അറിയോ, ശരിക്കും വെള്ളം നല്ല റീഫ്രഷായി. എന്തൊരു സുഖം. നമ്മളവിടെ നടക്കണം. ഒന്ന് ഇതൊരു 4 കിലോമീറ്റർ നടക്കാം കേട്ടോ. അത് നമുക്ക് അവിടെ എത്തും. ചളി, കട്ട ചളി കുടുങ്ങി.
പക്ഷെ വീഴേണ്ട ഒരു സ്പോട്ട് കാണുന്നില്ല. നല്ല കച്ചറ റോഡ് വരെ കിട്ടീരം കച്ചറ. താഴത്തെ റോഡൊക്കെ ഫുള്ള് കച്ചറയാ, കച്ചറ പീക്ക്. അവിടെ നമ്മളെന്ത് ചെയ്ത് മേലെ റൂട്ട് പിടിച്ച്, മേലത്തെ റൂട്ട് പിടിച്ച്. ഇത് വലിയ കുഴപ്പമില്ല. മേലത്തെ റൂട്ടാകുമ്പോൾ നല്ല നടന്നാലും വഴുക്കലുണ്ട്, പക്ഷേ കമ്പില്ലേ മെല്ലെ മെല്ലെ പിടിച്ച്. ചെടിയൊക്കെ കണ്ടില്ലേ, ഈ ചെടിയൊക്കെ പിടിച്ച് മെല്ലെ മെല്ലെ നടക്കാം. കൊള്ളാം. ഇതിങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ നടന്ന് പോവാം. മുടേശാണ് കോറേശാണ്. എടാ ഇവിടുന്നേ പറഞ്ഞ നല്ല കച്ചറയുടെ മോനെ നോക്കി കണ്ട് പോണേന്ന്. ഇവിടെ മരണ്ട്. അമ്മേ അമ്മച്ചി കത്തോളണേ അമ്മേ. നമ്മളെ കടമ്പ് കഴിഞ്ഞു. ഈശ്വര, ഓ പൊളി തന്നെ. ഏറ്റവും ഇവിടെ വണ്ടി പോകുന്നില്ലെന്ന് തോന്നുന്നുണ്ടാ, കാരണം ഇത്രയും കച്ചറയായിട്ട്. നോക്കാം പോവന്നെ. നുഴഞ്ഞു കയറി പോകുന്ന കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു അപ്പുറത്തോട്ടേക്ക്. ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഉണ്ടാവില്ലേ ഇരുക്കാലിനിടയിലെ ഒരു പൂർണ്ണയായി வாழ்க்கை போதுமடடா இருந்தாலும் ஞாபகம் தீண்டு போதுமடடா நானே நானா இருப்பு வாழில் நீ சிரித்து போதே ஏதோ മനസ്സിലേ. അമ്മേ ചളിയാണ് വെച്ചത്, നമുക്ക് നടക്കുക സ്പീഡിൽ. അവിടെ ചിലപ്പോൾ ചളിയൊന്നും ഇല്ലെങ്കിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടാവുമായിരുന്നു. ആ കച്ചറത്തിന് കഴിഞ്ഞു കിട്ടോ. ഇതോടെ കച്ചറ കാണുന്നില്ല അങ്ങോട്ടേക്ക്. റൂട്ടിന് താട്ടിന് ഇറങ്ങാൻ നമ്മൾ വേണ്ട നോക്കാം. അയ്യോ ശരി, വേലിപ്പടർപ്പുകൾ അവിടെ വഴി ഉണ്ട്, നോക്കാം. ഇത് രസാടാ. അപ്പം നമുക്കിനി ടാർഗറ്റ് ക്രോസ് ചെയ്യണം. അവിടെ അടാ ഏതൊക്കെയോ നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്കും നമ്മളെപ്പോലത്തെ കുറേ ടീംസ് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വേലിപ്പടർപ്പുകൾക്കുള്ളിലൂടെ നമ്മുടെ കടന്നു പോവുകയാണ്. ഷോട്ട് കച്ചറയാ ഇല്ല, രക്ഷപ്പെട്ടെ. ബച്ചിക്ക എടാ മേലെ നോക്കി പിന്നെ അല്ലേതല്ലോ. എടാ മേലെ നോക്കി കുറച്ച് നല്ലതായിരുന്നു. റൂമിൽ പോയിട്ട് ബൂട്ടൊക്കെ നിർത്തിയാക്കാൻ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ വണ്ടി കിട്ടില്ല. നാശമായിരിക്കും അത് വിഷയമല്ല. ഇതൊക്കെ എന്താടാ നമുക്കില്ലേ മേലെ റൂട്ടിന് പിടിക്കാണ്ട ബെറ്റർ. താഴെ വണ്ടി സ്റ്റോക്കാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇരുന്ന് മഴ പെയ്ത് എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. 3 കിലോമീറ്റർ നടക്കാണ്ടിനി. നടക്കുന്നുണ്ടല്ലോ, മഴയാണ് പ്രശ്നം, പേടിയാണ്. കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. വെയിറ്റ് ചെയ്യാം, ഒക്കെ സ്പീഡിൽ നടക്കാം. അവിടെ ഒത്തിരി മഴ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ലായിരുന്നു. ഹായ്
അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ എതിർവശത്ത് നിന്ന് ഒരു കുതിര സംഘം നമ്മളെ കവർ ചെയ്തു കേട്ടോ. ഇവരൊക്കെ ആ ബൈസരം വാലി ഫുൾ കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന കൂട്ടരാണ് കേട്ടോ. വാഴാതെ വാഴை വാഴവേ വാഴാതെ മേലെ പോകിറേ തനാന തതതരരേ ഇംഗേ ഇംഗേ നാഗിരേ. നടത്തത്തിന്റെ ആദ്യമൊന്നും തീരെ ചളിയും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ നല്ലോണം കൂടി പിന്നെ കുറഞ്ഞു വന്ന്. എന്നിരുന്നാലും ചളിക്കൊട്ടും കുറവില്ല കേട്ടോ. സത്യത്തില് ഇന്നലെ പെയ്ത ആ മഴയാണ് കേട്ടോ നമ്മളെ ചതിച്ചത്. അത് പെയ്തില്ലായിരുന്നെങ്കിൽ ഈ വഴിയൊക്കെ നമുക്ക് ചളി കൂടാതെ സുഖമായിട്ട് നടന്നു പോയിരുന്നു. നോക്ക്. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം 4 കിലോമീറ്ററിന് മേലെ താണ്ടിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഇത്രയും ദൂരം നടന്നപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോലും ഇരുന്നിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ചെന്താ വഴി നീള കച്ചറയും. അങ്ങനെ നടന്ന് ദൂരെ നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് അടുക്കും തോറും അവിടെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് പോലൊരു തോന്നൽ കേട്ടോ. അങ്ങനെ അവിടെ നോക്കുമ്പോൾ കുറെ മോലും കാര്യങ്ങളൊക്കെ. ഇവരുടെ ജോലി എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ 2-3 നല്ല സുന്ദര മൊയലുണ്ട് കേട്ടോ. അതായത് പെഹൽഗാം നിന്ന് ബൈസരം വാലിലേക്ക് യാത്രാ മധ്യേ കുറെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ഈ മൊയലിനെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക. ഫിക്സ്ഡ് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ ഫോട്ടോ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 50, 100, 200 എന്തെങ്കിലും കൊടുത്തിട്ട് പോവുക എന്നതാണ് കേട്ടോ. അതാണ്ട പെഹൽഗാം ടൗൺ അല്ല ഏരിയ. അങ്ങനെ എന്നോട് ചോദിച്ച് ഫോട്ടോ എടുക്കണമെന്ന്. നമ്മൾ ഇത്രയും ദൂരം നടന്നതല്ലേ, എന്തായാലും നമ്മൾ തിരിച്ചിവിടെ വരാനും കാര്യങ്ങളൊന്നും പോകുന്നില്ല. അങ്ങനെ ഞാനും 2-3 ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ കുറേ ദൂരെ നിന്ന് കുറെ കുതിരയുടെ സൗണ്ട് കേട്ടോ. അങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ അതാ കുറേ കുതിര സഞ്ചാരികൾ ഇങ്ങനെ കയറ്റം കേറി പോവാണ്. അങ്ങനെ നടന്ന് നമ്മൾ അവരെ അടുത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ബൈസരം വാലിയിലേക്കുള്ള യാത്രികരാണ് കേട്ടോ. ഇവരൊക്കെ എന്താണ് ഈ വഴിക്ക് വരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ വന്ന വഴി വലിയ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും, അതായത് കുതിരയുടെ മേലെ കയറി പോവാണല്ലോ. അപ്പോൾ കുറെ കയറ്റോ ഇറക്കോ അങ്ങനെ കുറെ ഉണ്ടെങ്കിലേ ഈ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഇവർ വേറെ വഴി കൂടിയാണ് ബൈസരം വാലിയിലേക്ക് പോവുക. അങ്ങനെ മേലെ കൂടി ചളിയൊന്നും പറ്റാതെ ഇങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കഥയിലെ വില്ലന്റെ വരവ്. ആരാ? മഴ. വലിയ കനത്തിലൊന്നുമില്ലെങ്കിലും ചെറുതായിട്ട് പെയ്തു തുടങ്ങി കേട്ടോ. എടാ മഴ പെയ്തടാ, പെടല്ലോ. എവിടെയെങ്കിലൊക്കെ മരത്തിനൊക്കെ പോയിരിക്കുക. അങ്ങനെ നമ്മുടെ യാത്ര മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ ആ മൊയലിന്റെ പോയിന്റ് കഴിഞ്ഞ ശേഷം ഇതാ 2ാമത്തെ പോയിന്റ്. ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു വെള്ളം പറ്റിയൊരു അരുവി കണ്ടത്. അങ്ങനെയൊക്കെ നമ്മുടെ ബോട്ടിലെ ചളിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കഴുകിക്കളയാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബൂട്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിന്ന് ലേലോ ബൈ ലേലോ എന്ന് ഒരാളെ വിളിച്ച് പറയുന്നത്. ഇത് ആരാപ്പാന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരാൾ കേട്ടോ.
അയാൾ കുതിരക്കാരൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഞാനും അയാളെ പിന്നാലെ കൂടി. അത് എന്താന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അത് റെയിൻ കോട്ടാണ് കേട്ടോ. ഇയാൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇത് 2 എണ്ണത്തിന് 400 രൂപയാണ്, ഒരെണ്ണത്തിന് 250 രൂപ. അപ്പോൾ 2 എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 400 തന്നാൽ മതി. ഇപ്പം നിങ്ങൾ എടുത്തില്ലെങ്കിൽ മേലെ പോയ മഴ കൊള്ളും, മേലെ ഒന്നിന് 300 രൂപയാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം ഗത്യന്തരം ഇല്ലാണ്ട് ആ കുതിരയുടെ മേലേക്ക് സഞ്ചാരി പറഞ്ഞ താന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ കഴിഞ്ഞു, അതുകൊണ്ടൊരു കോട്ട് വാങ്ങിട്ടോ. കോട്ടിന് ആദ്യം 400 പറഞ്ഞു. ഒരു കോട്ടിന് 2 കോട്ട് 400, അത് ഒരു കോട്ട് 200 വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു കോട്ട് 200 നടക്കൂലാന്ന് അങ്ങനെ കുറെ സംസാരിച്ച് 150 ആക്കി. അങ്ങനെ പിന്നെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണുള്ളത്, ഒരു 100 കിട്ടുമെന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചാ അപ്പം ചെങ്ങ കാരണം 100 എടുത്തോ. അങ്ങനെ 100 കിട്ടിയിട്ടുണ്ട് കോട്ട്. ഇത് 100 രൂപ ഉള്ള മഴ വരുന്നു കേട്ടോ നല്ല രീതിക്ക്. പക്ഷെ എനിക്ക് പേടിക്കാനില്ല, റെയിൻകോട്ട് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പിന്നെയും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പ് നമ്മുടെ ബോട്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു അരുവിയായിരുന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നല്ലൊരു അരുവി കണ്ടപ്പോൾ നമ്മളെ ബോട്ട് ഫുള്ള് വൃത്തിയാക്കാൻ തീരുമാനിച്ചു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, പുറമേ കുറേ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫുള്ള് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് അത് കഴിഞ്ഞു കേട്ടോ. കോടമഞ്ഞ് ഓഹോ, താഴ്വരയിൽ ഓഹോ, കടമ്പ് പൂക്കുമ്പോ ഗില്ലില്ലേ മഞ്ഞണിഞ്ഞ് ഓഹോ, പൊട്ടെടുത്ത് ഓഹോ, കടമ്പ് പൂക്കുമ്പോ ഗില്ലില്ലായ് പ്രണയനില. കുത്തുള്ള കയറ്റാട്ടാ. മഴനാളം പെയ്യുമ്പോ നമുക്ക് കോട്ടിടാം. അവരെ കൈ തന്നോട്ടെ. കോട്ടിട്ട് ഭാഗ്യമുണ്ട് എന്നല്ല പറഞ്ഞാലും അമ്മേ. എൻ്റെ മോനെ കുറച്ച് ഇരിക്കട്ടെ. അമ്മേ ഏകദേശം നമ്മൾ എത്തി കേട്ടോ. ഇപ്പൊ ഇവിടെ ഒടുക്കത്തെ മഴ പറഞ്ഞല്ലോ. സോനാമാർഗിന്റെയോ ഗുൽമാർഗിന്റെയോ നേരെ ഓപ്പോസിറ്റ് ആണ് പെൽഗാം. കാരണം പെൽഗാമില് ഇപ്പൊ മഴ സീസണാ, ശ്രീനഗറിൽ ചെറുതായി മഴ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം നടന്നതിൽ വെച്ചിട്ട് ഇപ്പൊ നടക്കുന്ന ഈ ഏരിയയില്ല ഭയങ്കര കോംപ്ലിക്കേറ്റ് ആണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഓരോ സ്ഥലത്തും മഴ നല്ലോണം പെയ്തിട്ട് മണ്ണ് കുതിർന്നിട്ട് നല്ല സ്ലിപ്പറിയാണ്. നല്ല വഴുക്കൽ എന്ന് വെച്ചാൽ നല്ല വഴുക്കൽ കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടാണ്, പണിപാളി. അങ്ങനെ നമ്മളൊരു വീഴ്ച വീണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ വീഴ്ച വീണതോടുകൂടി മനസ്സിലായി ഇനി വീഡിയോ എടുക്കല് പോസിബിൾ അല്ല. അങ്ങനെ നമ്മളെ ഫോണും ഗോപ്രയും എല്ലാം നമ്മളെ ബാഗിനുള്ളിൽ വെച്ച ശേഷം നമ്മൾ വെച്ചടി മെല്ലെ നടന്നു കേട്ടോ. എൻ്റെ മക്കളെ ഷൂനെ കൊല്ലം നോക്കി. താഴേന്ന് വരുന്ന സമയത്ത് ഒരുത്തൻ എന്നോട് പറഞ്ഞിട്ടില്ല മേലെ പോയിട്ട് മേലോട്ട് പോവാണെങ്കിൽ ഷൂ വേണം. കുതിരയ്ക്ക് 2000 രൂപയാണ് പെർ ഹെഡ്. അത്ര നമ്മുടെ കയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നടന്ന് വന്നു 6 കിലോമീറ്റർ നമ്മുടെ കളി. അങ്ങനെ ഒടുവിൽ നമ്മൾ ബൈസറം വാലിൽ എത്തി കേട്ടോ. എൻ്റെ മക്കളെ ഷൂനെ കൊല്ലം നോക്കി. താഴേന്ന് വരുന്ന സമയത്ത് ഒരുത്തൻ എന്നോട് പറഞ്ഞിട്ടില്ല മേലെ പോയിട്ട്
മേലോട്ട് പോവാണെങ്കിൽ ഷൂ വേണം. കുതിരയ്ക്ക് 2000 രൂപയാണ് പെർ ഹെഡ്. അത്ര നമ്മുടെ കയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നടന്ന് വന്നു. 6 കിലോമീറ്റർ നമ്മുടെ കളി. എൻ്റെ മോനെ ഇവിടെ പൊടിയാട്ടോ, ഒരു രക്ഷയില്ല. ഓ, എൻട്രി ടിക്കറ്റ് ഉണ്ടോ? എൻട്രി ടിക്കറ്റ് എടുത്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, എൻട്രി ടിക്കറ്റ് 30 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന് ഉള്ളിൽ കയറണം. അങ്ങനെ നമ്മളെടുത്ത ടിക്കറ്റ് സെക്യൂരിറ്റിനെ കാണിച്ച ശേഷം നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ടു ബി ഹോണസ്റ്റ്, അതായത് നമ്മൾ താഴെ നിന്ന് മേലോട്ടേക്ക് കയറി വരുമ്പോൾ, അതായത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണല്ലോ ഇവിടുത്തെ പേര്. അങ്ങനെ ആകുമ്പോൾ വലിയൊരു എക്സ്പെക്റ്റേഷനോടെ കയറി വന്നത്. പക്ഷെങ്കിൽ മേലെത്തി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വലിയ രസമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഓരോ കാശ്മീരിൽ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഭംഗിയാണ്. പക്ഷേ ഏറ്റവും കോമഡി നമ്മൾ വന്ന ടൈം അത്ര ഓക്കെ ആയില്ല. അതാണ് കോമഡി. ഫുള്ള് മഴ പെയ്ത് നാശമായിട്ടാണ്. കുഴപ്പമില്ല. എൻ്റെ മക്കളെ നല്ല ചളി കേട്ടോ. ചളിയോ അതും ഇതും ഒക്കെ കയറി മേലെത്തി. എനിക്ക് നടന്നു വന്നോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഷൂ ഇല്ലേ, ഗം ഷൂ, അതുകൊണ്ട് ആരും പറഞ്ഞില്ല അത് ഇട്ടിട്ട് വരണം എന്നുള്ള. അതായത് നേരെ ചളി ഉണ്ടാവും പറഞ്ഞു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മള് മിനി സ്വിറ്റ്സർലൻഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടും വ്ളോഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് രസമുണ്ട്. പക്ഷേ ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇത് കിടിലനായിരിക്കും. കുഴപ്പമൊന്നുമില്ല. അമ്മേ ഒന്നുമില്ല, നൈസായിട്ടൊന്ന് വീണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് താഴേന്ന് മേലോട്ടേക്ക് വരുമ്പോ ബൂട്ടും ജീൻസിന്റെ അടിയിലൊക്കെ ഫുള്ള് ചളിയായിരുന്നു. ഇപ്പൊ നൈസായിട്ട് വീഴ്ചയും കൂടെ വീണപ്പോ നമ്മളെ മൂട്ടിലും ഫുള്ള് ചളിയാണ് കേട്ടോ. മൂട് മാത്രല്ല, ബാഗിന്റെ പുറത്തൊക്കെ കംപ്ലീറ്റ് ചളിയായി. അതിനൊക്കെ നൈസായിട്ട് വീണ് കേട്ടോ. കിട്ടില്ലായിട്ടൊന്ന് വീണ്. വിഷയമല്ല, ഇവിടെ കുറച്ച് നടന്ന് എന്തായാലും ചളിയൊരു നാശമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് വലിയൊരു ഇതില്ലാത്തത്. പക്ഷെങ്കിൽ ഇതൊക്കെ ഈ മഴയൊക്കെ മാറി ഫുള്ളായിട്ട് എന്താണ് ഇതില്ലേ, വേറെന്താ, മഴയൊക്കെ ഫുള്ള് പച്ചപ്പ്. നമ്മളെ രസം വിചാരിച്ചു നോക്കി, കുറേ ആടുകളും അതും ഇതും ഒക്കെ ഒരു പൊള്ളി മൂടായിരിക്കും. എന്തായാലും കൊള്ളാം. രസമുണ്ട് വെച്ചാൽ രസമുണ്ട്. പക്ഷെങ്കിൽ ശരിക്കും ഇതല്ല ഇതിൻ്റെ ഭംഗി. ഇതിനേക്കാളും ലുക്കാണ് ശരിക്കും ഇത്. ആദ്യത്തെ വരവില് ചുറ്റുപാടും നോക്കിയപ്പോ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷെങ്കില് പെൽഗാമിന്റെ ഒരു കോണിലേക്ക് പോയപ്പോ അവിടെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് 2-3 വീഴ്ചയൊക്കെ വീണ് നല്ല മൂടായി നിൽക്കുക കേട്ടോ. കൊള്ളാം കൊള്ളാം. അങ്ങനെ നമ്മള് വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇടത്ത് ഭാഗത്ത് കൂടി ഒരു ചങ്ങായി ഇങ്ങനെ ഊരി പോകുന്നത് കണ്ടു കേട്ടോ. നോക്കി, നമ്മള് ഇതിനു മുമ്പ് ഈ ഒരു കാഴ്ച സോനാമാർഗിലാണ് കേട്ടോ കണ്ടിരുന്നേ. പക്ഷെങ്കിൽ സോനാമാർഗിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ സ്ലഡ്ജ് റൈഡേഴ്സ്. പക്ഷെങ്കിൽ ഈ പെൽഗാം ഈ പുള്ളി ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത്. ഇവിടെ പുള്ളിയെ തടുക്കാൻ വേറെ ആരും ഇല്ല കേട്ടോ. ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. ചെറിയ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. അവിടെ ഒന്നും വലിയ ഗുമ്മില്ലെങ്കിലോ, അതായത് ആ ഭാഗത്തൊന്നും വലിയ രസമില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്ന ഭംഗിയുണ്ട് കേട്ടോ കാണേ. കാരണം ഇങ്ങോട്ട് പച്ചപ്പം കുറച്ച് കൂടുതലൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും വാലി ടൈപ്പാണ് കേട്ടോ. പിന്നെ പറയപ്പോ നീളത്തിൽ പരന്നിട്ട് സംഭവമല്ലേ കംപ്ലീറ്റ്. കുറെ ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിന് ദൂരെ കണ്ടോ സംഭവം, ഒരു വളയം കണ്ടു. ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു എന്താ ഒരു ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടോ, അത് ചതുപ്പാണ്. അവിടേക്ക് നടുക്ക് ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ താണമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുത്തം പോകുന്ന ചോദിച്ചാൽ അവനപ്പുറത്ത് അറിയില്ല, അവനപ്പോൾ താണു ചോദിച്ചാൽ പറ്റില്ല. അല്ല, അവനപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. ക്ലിയറായിട്ട് കൊള്ളാം. ചെറിയ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. നമുക്ക് ഇവർക്കും ദൂരപ്പുറത്തേക്ക് കയറി പോയാൽ മതി. നമുക്ക് വന്ന പോലെ തന്നെ തിരിച്ചിറക്കാണല്ലോ. കുഴപ്പമില്ല, കോട്ടുണ്ട്. കൊള്ളാം. ഓവറോൾ എന്താ പറയുക, മീൻ സ്വിറ്റ്സർലാൻഡ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഈ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ സ്വിറ്റ്സർലാൻഡിലുള്ള, അതുകൊണ്ടൊക്കെയാണ് മീൻ സ്വിറ്റ്സർലാൻഡ് പറയുന്നത്.
ഓക്കെ നൈസാണ്, കൊള്ളാം. ഇപ്പോൾ ടൈം ഏകദേശം 1 മണി അടുത്തായി കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ 1 മണിക്ക് ഇറങ്ങിയാൽ ഇവിടുന്ന് ഇറങ്ങി 2:30 മാക്സിമം റൂം ഡ്രസ്സെല്ലാം മാറ്റി എന്തായാലും 3-3:30 ഇറങ്ങി ഇന്ന് അങ്ങനെ എന്തായാലും കാശ്മീർ ശ്രീനഗർ പിടിക്കണം എന്ന് വിചാരിക്കുന്നു. നടക്കത്തില്ല, അത് നമുക്ക് നാളെ എൻ്റെ ദൂതുപത്രമാണ്. കാരണം ഇവിടെ എനിക്ക് കാണാനൊന്നുമില്ല. പെൽഗാം ഞാൻ പറഞ്ഞല്ലോ എല്ലാം അങ്ങനെ ഒരു ഗ്രാമപ്രദേശം പോലെ ഇതായതുകൊണ്ട് മൊത്തം മഴ പെയ്തുകൊണ്ട് ക്ലൈമറ്റ് അത്ര ഗുമില്ല. ദൂതുപത്രി പോകണ കുറച്ച് രസമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ. ആകെ നാശമായിട്ടുണ്ട് ക്ലോത്തും കാര്യങ്ങളും, ഒരു വീഴ്ചയും വീണ് ഫുൾ മൂടന്നെ ഇങ്ങനെ. അപ്പം നമുക്ക് നേരെ പോവാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്. നമുക്ക് താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാര്യം കാണുകയാണെങ്കിൽ അപ്പോൾ ആ വീഡിയോ കണ്ടു വെക്കാം. അപ്പോൾ മിനി സ്വിറ്റ്സർലൻഡിൻ്റെ സീരീസ് അവിടെ നിർത്താമെന്ന് വിചാരിച്ചാ. പക്ഷെങ്കിൽ ഇത് നിങ്ങളിത് കാണുക. ഹായ്, നിങ്ങളിത് കാണുക. നോക്കി എൻ്റെ മോനെ, രണ്ട് വീഴ്ച ഇന്ന കനത്ത്. പക്ഷെ ചളിയൊന്നും പറ്റുന്നില്ല കേട്ടോ. മഴയും കൊണ്ട് ശരിക്കും ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അനുഭവിച്ച ഫീലാണ് ഈ ചളി ഫുട്ബോൾ കളിക്കത്തില്ലേ, ആ ഒരു ഫീല്. ചളി ഫുട്ബോൾ കളിച്ച് മഴ കൊണ്ട് ആ ഒരു മൂടില്ലേ, അത് വേറെ തന്നെ വൈബാണ്. ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷൂ തേച്ച് കാണണം, അതാണ് ആകെ ബുദ്ധിമുട്ട്. പിന്നെ ഡ്രസ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ, ഡ്രസ്സ് നമ്മൾ കയ്യിലുണ്ട് ഓൾറെഡി. പക്ഷെ അങ്ങനെ കഴുകുന്നതാണ് ഏറ്റവും കോമഡി. ഷൂട്ട് തന്നെ അവർ ഉള്ളോട്ട് കയറ്റുമതാണ് വേറെ കോമഡി. അപ്പോൾ എന്തെങ്കിലും പരിപാടി കാണിച്ച് ഉള്ളിൽ കയറണം, കവർ ഇട്ടിട്ടോ കയറ്റണം. പക്ഷേ നാശമായിപ്പോയി ഷൂ. പക്ഷേ ഇങ്ങോട്ട് ഗം ഷൂ ആണ് ഇങ്ങോട്ട് വേണ്ടത്. പക്ഷെ അതിന് പറഞ്ഞില്ല ഇങ്ങനെ ഗം ഷൂ ആണ് ഇങ്ങോട്ട് വേണ്ടത്. അതാണ് ആകെ സങ്കടം. ബാക്കിയെല്ലാം ടിക്ടാക്കാണ്. ഛേ, അതും കൂടെ ഓക്കെ ആണെങ്കിൽ പൊടിയായിരുന്നു. എന്തായാലും മേലെ പോയിട്ട് ആ വ്യൂവും പിന്നെ നടത്തോ ഒക്കെ കൂടി സെറ്റാണ്. നല്ല ഹാപ്പി മൂഡാണ്. നമുക്കിനി 6 കിലോമീറ്റർ നടക്കാൻ കേട്ടോ. 6 കിലോമീറ്റേഴ്സ്. ശരിയല്ല, ഇതാ ഈ മുന്നേ കാണുന്ന സ്ഥലം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മൾ പെൽഗാമിന്ന് ബൈസൺ വാലിലേക്ക് പോകുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത ഏരിയ ആയിരുന്നു കേട്ടത്. പോകുമ്പോൾ ഈ സ്ഥലത്ത് അത്ര ചളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വരുമ്പോൾ നല്ലതിക്ക് മഴ പെയ്തോട് കൂടിയിട്ട് ഇവിടെ ഫുൾ ചളി പിളിയായിട്ടുണ്ട്. കൂടാതെ ഒരു മഴ ഇപ്പോൾ നല്ല കിടീലം പോലെ പെയ്ത് തോർന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് ഇതാ 2ാമത്തെ മഴയുടെ വരവായി. ആകാശമൊക്കെ നല്ല ഇരുണ്ട് വന്നു കേട്ടോ. പക്ഷെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കോട്ടതാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം. എന്തായാലും നടക്കുക തന്നെ. അരുൺ മഹിജ, താങ്ക് യു. ഒക്കെ നടന്നു പോകുമ്പോൾ അല്ല ഇവരൊക്കെ കുതിരപ്പുറത്ത് കയറി പോകുമ്പോൾ എടാ പൈസേൻ്റെ മറ്റേ ഡയലോഗ് ഇല്ലേ, പൈസേൻ്റെ അല്ലെന്നേ ആ ഡയലോഗില്ല. ഇതിൻ്റെ അകത്തായിരുന്നു കരിക്കിൻ്റെ ഒരു അച്ഛൻ ഡയലോഗ് പറയുന്നില്ലേ, അതുകൊണ്ട് പൈസേൻ്റെ വിഷയമല്ല. പൈസ എന്താ 2000, ഇത് 2000 വന്നിട്ടുള്ളൂ. 2000 കൊടുത്ത് ഒരു ബാർഗൈൻ 1500 ആയിരം കിട്ടിയിരിക്കും. പക്ഷേ ഇവർ നടന്നു പോകുമ്പോഴുള്ള വൈബില്ലേ, ഇത്രയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് കുതിരപ്പുറത്ത് കയറിയില്ല. നമ്മളിന്നലെ ഓൾറെഡി കുതിരപ്പുറത്ത് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് ഇതോടെ സംസാരിച്ച് ആ ഒരു വൈബില്ലേ, അത് വേറെ തന്നെ മൂടാണ്. അത് എത്ര ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിങ്ങോട്ട് വരികയാണെങ്കിൽ അന്ന് ഹെൽത്തിനൊക്കെ ഫോർ എക്സാമ്പിൾ ഹെൽത്തിന് അത്ര നന്നായിരിക്കണമെന്നില്ല. അപ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ നടന്നു കയറാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമ്മളിങ്ങനെ നടന്ന് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. തുറക്കും മലർമാസം ചിങ്ങൽ പെണ്ണെ നിൻ കയ്യിൽ മിന്നുണ്ടോ, അതൊക്കെ ഇവിടെ കാണുമ്പോൾ ഓർമ്മ നമ്മൾ സമ്മതി പത്തിലേമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാറില്ല. പക്ഷെ ആ ഒരു ചളി എന്നല്ല കട്ട ചളി, ആ ഒരു വൈബ്. പക്ഷെ ഇവിടെ നമ്മളിതില്ലേ ലിയോ ഇല്ലേ, നമ്മളെ ബേഡാസ്
സംസാര പോതിട് ബേഡാസുമാ. ആടയ്ക്ക് കൃപ കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട്. നടക്കന്നെ, അല്ലെങ്കിൽ കൗണ്ട് നമ്പർ 3 ആയിരുന്നു. ബേഡാസുമാ പോതിട് ബേഡാസുമാ ബേഡാസുമാ. ആ സംഭവമല്ലേ, അത് ഇവിടെ ഷൂട്ട് കേട്ടോ. അത് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ലേ, ഷൂട്ട് ചെയ്തില്ലേ ഞങ്ങൾക്ക്. അങ്ങനെ കുറേ ദൂരം കട്ട ചളി കൂടെ നടന്ന് അവസാനം നമ്മൾ നോർമൽ ആയിട്ടുള്ള റൂട്ടിലെത്തി കേട്ടോ. നമ്മള് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒമ്പ് മേളിട്ടേക്ക് എത്തി വരെ 7 കിലോമീറ്റർ അടുത്തുണ്ട്. താഴത്തേക്ക് 14 കിലോമീറ്റർ നടന്നിട്ട് ശരിയാണ്. ഒന്നും പറയാൻ ഞാൻ പറയണ്ടേ, എത്ര ദൂരം നടക്കലൊക്കെ വിഷയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടെ ഒന്ന് പറ്റാതെ. നിങ്ങൾക്ക് താഴെ കണ്ടാ ബൂട്ടിൻ്റെ കോലം കണ്ടോ? കാണില്ല ബൂട്ടിൻ്റെ കോലം. അതൊക്കെ ക്ലീൻ ചെയ്യണം. പറ്റുകയാണെങ്കിൽ നമ്മൾ ബൽഗാം വിടും. ദൂതപാത്ര പിടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഇന്ന് നോക്കി കാരണം മറ്റന്നാളായിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റിലെ ട്രെയിന്. അപ്പോൾ നോക്കട്ടെ റൂം പോയി എന്താ അവസ്ഥ എന്ന്. ഓക്കെ ആണെങ്കിൽ വിടും, അല്ലെങ്കിൽ വിട്ടുപോകും. അങ്ങനെ കുറേ ദൂരം നടന്ന ശേഷം നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്തിട്ടോ. അവിടെ തൊട്ട് പിന്നിലായിട്ട് ചെറിയൊരു അരുവിയുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ബോട്ടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയ ശേഷം നമ്മളെ റൂമിൽ പോയിട്ട് ലഗേജൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ പോലെ തന്നെ നമ്മൾ പഹൽഗാം ഫുൾ കറങ്ങി നമ്മൾ റിട്ടേൺ പോകാം കേട്ടോ. ശ്രീനഗറിൽ സ്റ്റേ അടിച്ച് നാളെ ദൂദ്പത്രയ്ക്ക് ഇറങ്ങി റിട്ടേൺ ശ്രീനഗർ. സൺഡേ മോർണിംഗ് ഡൽഹി. ഇങ്ങനെയാണ് പ്ലാനിങ്. നോക്കാം. എന്തായാലും പഹൽഗാം എന്നൊരു നിരാശപ്പെടുത്തിയില്ല. എല്ലാം കൊണ്ട് സെറ്റാണ്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും റൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെന്താ ആദ്യം വെച്ച് 2 ദിവസം ഇവിടെ നിൽക്കാമെന്നാണ്. പക്ഷെ ഇന്ന് നമുക്ക് 2-3 കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സ്കിപ്പ് പോകണം. ഓക്കെ, ശ്രീനഗർക്ക്